ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മേഴ്സി മാത്യു. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു വിസിറ്റ് വന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ട പച്ചക്കറിയും ഗാർഡനും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ കാണാത്ത ഒരിനം പച്ചക്കറി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് പരിചയപ്പെടുത്താം. ഇവരുടെ ഗാർഡനൊക്കെ എൻ്റെ മിസൂര് തൊട്ടുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഗീതയും അനിലും. അവരുടെ വീടാണിത്. അപ്പോൾ അവരുടെ പച്ചക്കറിത്തോട്ടം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതാണ് ആര്യവേപ്പില ചെടിയാണ് ഈ നിൽക്കുന്നത്. നമുക്കറിയാം ആര്യവേപ്പില നമുക്ക് ഒത്തിരി സ്കിൻ ഇൻഫെക്ഷനും അതുപോലെ ചിക്കൻ ബോക്സും മറ്റെന്ത് സ്കിന്നിന് ഇൻഫെക്ഷൻ വന്നാലും ആര്യവേപ്പിലയുടെ ഇല അരച്ചിട്ടാൽ അത് ഹീലാകും. ഒത്തിരി നല്ലൊരു ആയുർവേദിക് പച്ചമരുന്നാണ് ആര്യവേപ്പില. നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയിലെ താരൻ പോകാനൊക്കെ ആര്യവേപ്പിലയുടെ ഇല അരച്ച് മുടി പരട്ടിയാൽ ആ ഇച്ചിങ് ഒക്കെ മാറി താരനൊക്കെ കംപ്ലീറ്റ് മാറും. അങ്ങനെ എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ ആര്യവേപ്പില ചെടി കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതാണ് ഈ ആര്യവേപ്പില. നോക്ക്, നല്ല ഉഷാറായിട്ട് ചെടി വളരുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂബെറി ആണ് ഗൈസ്. ഇത് കായ്ച്ചിട്ടില്ല. അവർ ഇത് കടയിൽ നിന്ന് മേടിച്ച് വലിയ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ കായ്ക്കും. പിന്നെ ഇത് പേരമരമാണ്. പേരമരത്തിലും കായ്ച്ചിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും പേരയൊക്കെ. പിന്നെ ഇത് പോമിഗ്രാനേറ്റ് ആണ് ഈ നിൽക്കുന്നത്. ഇത് കണ്ടോ ഗൈസ്, കുമ്പളങ്ങ നല്ല നീണ്ട നല്ല ചാരക്കൊണ്ടെന്ന് പറയും നമ്മുടെ അല്ലേ. അപ്പം ഒരു കടങ്കഥ പറയുമല്ലോ, ഒരു അമ്മ പെറ്റ മക്കളെല്ലാം ചാരക്കൊണ്ടന്മാരുന്നു, ഉത്തരം കുമ്പളങ്ങയാണ് എന്ന് പറഞ്ഞ പോലെ എനിക്കിപ്പോൾ കടങ്കഥ ഓർമ്മ വരുവാണ്. ഈ കുമ്പളങ്ങ കണ്ടപ്പോൾ നോക്ക്, ചാരക്കൊണ്ടനായിട്ട് ഇങ്ങനെ കിടക്കുന്ന കുമ്പളങ്ങ. അതൊക്കെ ഇവിടെയൊക്കെ നോക്ക്, നല്ല ഉരുണ്ടിട്ടുള്ളൊരു കുമ്പളങ്ങ കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ ഒരു നീണ്ട കുമ്പളങ്ങ ഈ കോർണറിലുണ്ട്. പിന്നെ ഇത് മുരിങ്ങമരമാണ്. മുരിങ്ങച്ചെടി ഇതിനിടയ്ക്ക് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്ക്, വെണ്ട നിൽക്കുന്നുണ്ട്. വെണ്ടയിലൊക്കെ കായ്ച്ചിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല ഹൈറ്റിലാണ് ഇവിടെ വെണ്ട നിൽക്കുന്നത്, ഈ വെണ്ട. അതുപോലെ തന്നെ ഇവിടെ പുതിനയിലയുണ്ട്. ഇതിൻ്റെ ചവിട്ടി കാണുന്നതാണ് പുതിനയില. നമ്മുടെ മിൻറ്റ് ലീവ്സ് നമുക്ക് ബിരിയാണിക്കകത്തിടാനും അതുപോലെ തന്നെ ഇലയിട്ട് ചായ കുടിക്കാനും വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണല്ലോ മിൻറ്റ്. പിന്നെ ഇവരുടെ പയറ് ചെടി, ഈ പയറയിലൊക്കെ നോക്ക്, നമുക്ക് പയറൊക്കെ കായ്ച്ചു വരുന്നതേ ഉള്ളൂ. നോക്ക്, ഇവിടെ അതേലൊക്കെ വിരിയുന്നുണ്ട് പയറ്. അതുപോലെ തന്നെ അമരപ്പയർ ഇവിടെ നോക്കുക ഗൈസ്, ഇവിടെ പൊളിക്കുന്ന പയറാണ്, ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഈ കോർണറിൽ നിൽക്കുന്നത് നമ്മുടെ പർപ്പിൾ കളറുള്ള അമരച്ചെടിയാണ്. ഇതിൽ അമരപ്പയർ കായ്ക്കും. പിന്നെ അവിടെ പാവയ്ക്ക് കായ്ക്കാൻ വേണ്ടിയിട്ട് പൂവിട്ടിട്ടുണ്ട്. പിന്നെ കോവൽ നോക്ക് ഗൈസ്, ഒരു അത്ഭുതം കാണണമെങ്കിൽ ഇതൊരു കുഞ്ഞു കോവൽ മരമാണല്ലോ, ഒരു കോവൽ ചെടിയാണ്. പക്ഷേ അതിൽ ഓൾറെഡി നോക്ക് കോവയ്ക്ക കായ്ച്ചിട്ടുണ്ട്. അതാണ് ഇതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഒരു കുഞ്ഞു കോവയ്ക്ക ഇതിൽ ഓൾറെഡി കായ്ച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ട് ഇത് ഒരു കുഞ്ഞു ചെടിയിൽ പോലും ഈ കോവയ്ക്ക കായ്ച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പിന്നെ ഇവിടെയൊക്കെ നോക്കുക, അവർ പയർ നട്ടിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ടുണ്ട്. ഇത് പന്തലിട്ടിരിക്കുന്നത് ഇവിടെ അനിലേട്ടന് ഇട്ട പന്തലാണ്. അതൊക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ അതൊക്കെ ഡ്രില്ല് ചെയ്ത് ഈ കമ്പ് കുഴിച്ചിട്ടിരിക്കുവാണ് ഗൈസ്. അപ്പം നല്ല ബലമുണ്ട്. ഇവിടെ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് പയർ നട്ടിരിക്കുന്നത് കാണാം. പിന്നെ നിങ്ങൾക്ക് നമ്മൾ കാണാത്ത ഒരു പീച്ചിങ്ങ എന്ന് പറയുന്ന റെയറായിട്ട് കാണുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട്. അത് ഇവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഈ കിടക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിയുടെ ചെടിയാണ് ആ കിടക്കുന്നത്, വെള്ളരി. പക്ഷേ കായ്ച്ചിട്ടില്ല. അത് ഇവിടെ നിങ്ങൾക്ക് കുമ്പളങ്ങ കായ്ച്ച് കിടക്കുന്ന കാണാം. നോക്ക്, നല്ല ചാരക്കൊണ്ടൻ ചാരം പൂച്ചി നിൽക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് റോസച്ചെടിയാണ്. ഈ റോസയിലൊക്കെ നേരത്തെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പൂക്കളൊക്കെ പോയി. പിന്നെ ഇതാണ് ഗൈസ് ഇവിടെ പീച്ചിങ്ങ. നോക്ക് വലിയതായിട്ട് ഇവിടെ കായ്ച്ച് കിടപ്പുണ്ട്. ഇത് തോരനൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. പക്ഷേ ഞാൻ ഗീതയോട് ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഒത്തിരി വെള്ളം ഒത്തിരി ഉണ്ടെന്നാണ് പറഞ്ഞത് തോരൻ വെക്കുമ്പോൾ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ കറി വെക്കാറില്ലെന്നാണ് പറഞ്ഞത്. ഞാനതുവരെയും കറി വെച്ച് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി എത്രയാണെന്ന് അറിയില്ല. പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. പക്ഷേ അത് വെള്ളമയം ഒത്തിരി കൂടുതലാണ്. പിന്നെ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് കായ്ച്ച് കിടക്കുന്നത് വലിയ പീച്ചിങ്ങ. നോക്ക്, ഇതൊക്കെ തോരൻ വെക്കേണ്ട പ്രായം. ഇത് മൂത്ത് പോയി. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊക്കെ നമുക്ക് ബ്രഷിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് നാട്ടിൽ. ഇത് തോരൻ വെച്ചിട്ടുണ്ട്, ഒത്തിരി വെള്ളമാണെന്നാണ് ഗീത പറഞ്ഞ്. പിന്നെ നിങ്ങൾക്ക് കാണുന്നത് ഇതൊക്കെ ഇവിടെ റോസയെല്ലാം കയറി കിടക്കുന്നു. പിന്നെ ഇവിടെ ഇതുപോലെ അമരപ്പയറുണ്ട്, പർപ്പിൾ കളറും ഗ്രീൻ കളറും. ഇത് രണ്ട് കളറും ഉള്ള. ഇത് വെള്ളപ്പൂവാണ്, പച്ച കളറുള്ള അമരയ്ക്ക കായ്ക്കുന്നത്. ഇത് പർപ്പിൾ കളറിൻ്റെ അമരച്ചെടിയാണ്. പക്ഷെ ഇതൊക്കെ കായ്ച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കായ്ച്ച് ഇവിടെ പയർ നിങ്ങൾക്ക് കാണാം, ഇവിടെ കായ്ച്ചു കിടക്കുന്നത് പയർ ചെടിയാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നോക്കുക പയർ. അവർ ഇങ്ങനെ പന്തൽ കെട്ടിയിട്ട് ഈ വള്ളി കെട്ടി കൊടുത്തിരിക്കുവാണ് ഇങ്ങോട്ട്. അപ്പോൾ അതിലോട്ട് വണ്ടിയെ കൂടെ ഈ പയറെല്ലാം കയറി പോകുന്നുണ്ട്. ഇവിടെ ഒരു പയർ മൂത്ത് കിടപ്പുണ്ട് പറിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഇങ്ങോട്ടേക്ക് അവർ തക്കാളിയും പയറും ഒക്കെ പുറകിലോട്ട് നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം നട്ടു വെച്ചിരിക്കുക. പിന്നെ ഈ വ്യൂസ് കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക ഇവരുടെ ഈ വ്യൂസ് അല്ലേ. ഈ കുളം നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ടൊക്കെ അവർ വാട്ടറിൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ്.
ഇവിടെ ഇത് നല്ല ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് പിന്നെന്താ പറയണേ ഒരു വിശ്രമിക്കാനും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് കാറ്റൊക്കെ ഫ്രഷ് എയർ കൊണ്ട് വർത്താനമൊക്കെ പറയാനൊക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉള്ള വീടാണിത്. അപ്പം ഈ വൈകുന്നേര സമയത്ത് ഇവിടെ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. എനിവേ ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ വീട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും ഇവരുടെ ഈ കുളത്തിൻ്റെ അരികിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഒരു വീടാണ്. അപ്പം നിങ്ങൾ ഗാർഡനും ചെടികളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.